ഇന്നത്തെ യാത്ര ചതുർത്ഥ്യാഗിരിയിലേക്കാണ്. കുട്ടനാട്ടിലെ ചതുർത്ഥ്യാഗിരി. കുട്ടനാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് ചതുർത്ഥ്യാഗിരി. കാർഷിക വൃത്തിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. താറാവ് വളർത്തൽ, മത്സ്യബന്ധനം എന്നിവയും വലിയ തോതിൽ ഇവിടെ നടക്കുന്നു. പോകുന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണിത്. കണ്ടില്ലേ, രണ്ട് പോത്തുകളെ ഒരു അപ്പച്ചൻ വെള്ളത്തിലൂടെ കയറ്റി ഇറക്കി നേരെ റോഡിലേക്ക് കയറ്റുന്നു. ആലപ്പുഴയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററാണ് ചതുർത്ഥ്യാഗിരിയിലേക്കുള്ള ദൂരം. AC റോഡ് അഥവാ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വഴി വേണം ചതുർത്ഥ്യാഗിരിയിലേക്ക് എത്തിച്ചേരാൻ. AC റോഡിലെ മങ്കൊമ്പ് ജംഗ്ഷനിലെത്തി അവിടുന്ന് പുളിങ്കുന്നിലേക്കുള്ള റോഡുണ്ട്. ആ റോഡ് കയറി വന്നു കഴിഞ്ഞാൽ ചതുർത്ഥ്യാഗിരിയിലേക്ക് എത്താവുന്നതാണ്. കൂടാതെ ആലപ്പുഴയിലെ നെടുമുടിയിൽ നിന്നും ബോട്ട് മാർഗത്തിലും ചതുർത്ഥ്യാഗിരിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കുട്ടനാടിൻ്റെ തനതായ പച്ചപ്പും നെൽവയലുകളും കായലുകളും ചേർന്ന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. കുട്ടനാടിൻ്റെ ഉൾഭാഗത്തേക്കായി പോകുന്ന വള്ളങ്ങൾ, പച്ചപ്പുകൾക്കിടയിലൂടെ പോകുന്ന ചെറുതോടുകളും അതിലൂടെ പോകുന്ന വള്ളങ്ങളും എല്ലാം ഒരു മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു. കായലിന് തൊട്ട് സൈഡിലായിട്ട് പോകുന്ന റോഡുകൾ, അതിലൂടെ യാത്രക്കാരിങ്ങനെയാണ് പോകുന്നത്. കൂടാതെ കാറും ഇതിലൂടെ പോകാൻ സാധിക്കും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. സൈഡ് കൊടുത്ത് പോകണമെന്നേ ഉള്ളൂ. കൂടാതെ ആലപ്പുഴയിൽ നിന്നും നെടുമുടിക്ക് പോകുന്ന ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചതുർത്ഥ്യാഗിരിയിലേക്ക് എത്തിച്ചേരാം. തനി ഗ്രാമീണമായിട്ടുള്ള ഒരു സ്ഥലം. തിരുവിതാംകൂർ ഭരണകാലത്ത് കുട്ടനാട്ടിലെ കായൽ നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന വലിയൊരു ചരിത്രത്തിൻ്റെ ബാക്കിയാണ് ചതുർത്ഥ്യാഗിരി. ആലപ്പുഴയിലെ മങ്കൊമ്പിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചതുർത്ഥി എന്ന വാക്കും ആകരി എന്ന വാക്കും ചേർന്നാണ് ഈ പേരുണ്ടായത്. കായൽ നികത്തി കൃഷി ഭൂമിയാക്കിയെടുത്ത സ്ഥലങ്ങളെയാണ് സാധാരണയായി ആഖരി എന്ന് വിളിക്കുന്നത്. ഇതിൽ ഒരു പ്രത്യേക സമയത്തോ ക്രമത്തിലോ കൃഷിയാക്കി വികസിപ്പിച്ചെടുത്തതിനാലാകാം ചതുർത്ഥ്യാഗിരി എന്ന പേര് ലഭിച്ചത്. ചതുർത്ഥ്യാഗിരിയിൽ എത്തിയപ്പോൾ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് കണ്ടില്ലേ, എങ്ങോട്ടോ പോവുകയാണ്. ആ ഒരു വള്ളത്തിൽ പോകുന്ന മനോഹരമായ കാഴ്ചയാണിത്. പണ്ട് വള്ളത്തിലും ബോട്ടിലും ഒക്കെ മാത്രം എത്തിച്ചേരാൻ പറ്റിക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാറിൽ വരാം. കൂടാതെ കായലിൻ്റെ സൈഡിലായി ഒത്തിരി റിസോർട്ടുകളും വന്നിട്ടുണ്ട്. ഹൗസ് ബോട്ട് യാത്രകളും ഷിക്കാരി വള്ളങ്ങളിലുള്ള യാത്രകളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. കൂടാതെ കായലിൻ്റെ ഇരുവശങ്ങളിലും വീടുകളും പാടശേഖരങ്ങളുമാണ്. പുളിങ്കുന്ന് വള്ളിയുടെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലവും. കായലിൻ്റെ ആഴങ്ങളിൽ നിന്ന് നെൽക്കതിരുകൾ വിളയിച്ചെടുത്ത ചതുർത്ഥ്യാഗിരിയിലെ കർഷകർ വലിയ അത്ഭുതമാണ്. ഓരോ വിത്തിനോടൊപ്പം അവർ വിതയ്ക്കുന്നത് അവരുടെ വിയർപ്പും സ്വപ്നങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല. പിന്നെ ഗ്രാമീണ പശ്ചാത്തലം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടേക്ക് വന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ച് തിരിച്ചു മടങ്ങാം. അപ്പോൾ പുതിയ കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.